എനിക്ക് തോന്നുന്നത് വിനോദ്, പ്രതിപക്ഷത്തിന് ഇതൊരു ഒരു ഒരു ഒന്നാം തരം മാരകമായ പ്രഹരശേഷിയുള്ള ഒരു ആയുധമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ലേ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഈ ജഡ്ജി ഒരു ചെറുപ്പക്കാരൻ, മിടുക്കനായിട്ടുള്ള ഒരാളാ. നേരിട്ട് ജുഡീഷ്യൽ സർവീസിലേക്ക് ജില്ലാ ജഡ്ജിയായിട്ട് നിയമനം കിട്ടിയ ആളാണ്. അത് ഒരു വർഷം 3, 4, 5 പേർക്കാണ് കിട്ടുന്നത്. അത് 3 വർഷത്തിൽ ഒരിക്കലാണ് അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നൊരു ചെറുപ്പക്കാരാ, പുതിയ കുട്ടികളാ. അവർക്കിപ്പോൾ മുഖ്യമന്ത്രിയാണോ, പിണറായിയാണോ, ഉമ്മൻചാണ്ടിയാണോ, അല്ലെങ്കിൽ VD സതീശനാണോ എന്ന് നോക്കില്ല. അവർ കൃത്യമായിട്ട് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് ഭരണകൂടത്തിന്റെ ഇതിലെ തെറ്റായ ഇടപെടലുകൾ ഈ ജോസഫ് സി മാത്യു 104 മുതലുള്ള പാരഗ്രാഫിൽ വിവരിച്ചിരിക്കുന്നത് വായിച്ചാൽ നമ്മൾ ഞെട്ടും. ഈ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടും. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കാൻ അതിന് ബാധ്യസ്ഥരായ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ? അവരെ ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. അവരുടെ കയ്യിൽ കിട്ടിയ ഒന്നാം തരം ആയുധമാണ് ഇത്. ഉമ്മൻചാണ്ടിയുടെ കേസിൽ പറഞ്ഞതുപോലെ അല്ല. ഇതാ ഇവിടെ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെയും മറ്റും നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ അവർക്ക് യാതൊരു നിയമപരമായ ഭരണഘടനാപരമായ പിൻബലവും ഇല്ലാത്ത രീതിയിൽ അവർ നിലപാടെടുത്തിരിക്കുന്നു, നടപടികൾ എടുത്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടുള്ള ഒരു വരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ തന്നെ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഇതുപോലൊരു ഉത്തരവ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പല അഭിഭാഷകരോട് ചോദിച്ചു. അവരൊക്കെ പറയുന്നത് ഇതുപോലെ ഒരു ഉത്തരവ് ഇതുവരെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ട് മാത്രമല്ല, ഇതുപോലെ ഉത്തരവ് ഉണ്ടായിട്ടില്ല. ഒരു അലോസരവും ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കാത്ത ഒരു പ്രതിപക്ഷവും കേരളത്തിൽ ഉണ്ടായി കാണില്ല. ശ്രീ സണ്ണിക്കുട്ടി